മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനംവകുപ്പ്. പ്രവർത്തനക്ഷമമല്ലാത്തതും ഭാഗികമായി പ്രവർത്തിച്ചു വരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകളുടെ തകരാറ് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മാങ്കുളത്ത് നടത്തിവരുന്നത്. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ആനയിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഇതിന്റെ ഭാഗമായിട്ടാണ് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുൻപോട്ട് പോകുന്നത്. വനംവകുപ്പിന്റെ മാങ്കുളം ഡിവിഷന് കീഴിൽ വരുന്ന മാങ്കുളം, ആനക്കുളം റേഞ്ചുകളിലായി 35 കിലോമീറ്റർ ദൂരം സോളാർ പവർ ഫെൻസിംഗ് പൂർണ്ണമായും 7.5 കിലോമീറ്റർ ദൂരം ഭാഗികമായും തകരാർ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയതായി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ RS അരുൺ പറഞ്ഞു. 35 കിലോമീറ്ററോളം പ്രവർത്തനരഹിതമായിട്ടിരുന്ന സോളാർ ഫെൻസിങ്ങുകൾ നമ്മൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പ്രവർത്തന യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഭാഗികമായി പ്രവർത്തിക്കുന്ന 7 കിലോമീറ്ററോളം ലൈനുകൾ നമുക്ക് വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിനു വേണ്ട അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇപ്പം ഡെയിലി ബേസിസിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ തന്നെ നമുക്കത് പ്രവർത്തന യോഗ്യമാക്കുവാൻ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്. നിലവിലുള്ള സോളാർ പവർ ഫെൻസിങ്ങുകൾക്ക് സമീപമുള്ള അടിക്കാടുകൾ തെളിക്കുന്ന ജോലികൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമില്ലാതിരുന്ന ഫെൻസിംഗ് ലൈനുകളുടെ ലൈനുകളും എനർജൈസർ, ബാറ്ററി എന്നിവയും മാറ്റി സ്ഥാപിച്ചാണ് ലൈനുകൾ കാര്യക്ഷമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടാതെ ലൈനുകൾ വാച്ചർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് കേടുപാടുകൾ ഉണ്ടെങ്കിൽ കാലതാമസമില്ലാതെ അത് പരിഹരിക്കുന്നതിനും വനംവകുപ്പ് മുൻകൈയെടുത്തിട്ടുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ, മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് പദ്ധതിയും വനംവകുപ്പ് മാങ്കുളത്ത് നടപ്പിലാക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.